തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ മത്സരം നടത്താൻ LDFനെയും UDFനെയും വെല്ലുവിളിച്ച് BJP കാസർഗോഡ് ജില്ലാ അധ്യക്ഷ ML അശ്വിനി. BJPക്ക് ജയസാധ്യതയുള്ള ഇടങ്ങളിൽ LDFും UDFും ഒറ്റക്കെട്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതായും അശ്വിനി ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ 3 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്നും അശ്വിനി ന്യൂസ് 18നോട് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭര തെരഞ്ഞെടുപ്പ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുല്യമാണ്. ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് അത് നിയമസഭയിലും അതിന്റെ അടിത്തറ ഉറപ്പിക്കുക എന്ന് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. എന്തായാലും BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നത്. നമ്മോടൊപ്പം ജില്ലാ പ്രസിഡന്റ് അശ്വിനി തന്നെ ചേരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അവർ തന്നെ പറയും. എങ്ങനെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത്? നമ്മൾ കഴിഞ്ഞ 4 മാസമായിട്ടാണ് ലോക്കൽ ബോഡി ഇലക്ഷൻസ് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 മാസമായിട്ട് നമുക്ക് വോട്ടർ ഇൻക്ലൂഷനും ഡാറ്റ കളക്ഷൻസും അതേപോലെ ഡിലീഷൻസും പിന്നെ ഹിയറിംഗ് കൊണ്ടുവരുന്നത് അങ്ങനെ 4 മാസമായിട്ട് നമ്മളെ പ്രവർത്തകന്മാർ ഈ ഇലക്ഷൻസ് വേണ്ടിയിട്ട് വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ പ്രാവശ്യം ഒരു നല്ല വോട്ടും നമ്മൾ ചേർത്തിട്ടുണ്ട് BJPന്റെ ഭാഗമായിട്ട്. അപ്പോൾ അതും മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു വാർഡ് ജയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ടേഴ്സ് വേണ്ടേ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് അറിയാം ഈ പ്രാവശ്യം നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡിയാണ് BJPക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നമ്മളെ ജനങ്ങൾ ഈ പ്രാവശ്യം BJPക്ക് വോട്ട് തന്നിട്ടായിട്ട് വികസനത്തിന് വേണ്ടിയിട്ട് നമ്മളെ ജയിപ്പിക്കുന്ന ഉറപ്പ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടം ഒപ്പം പിണറായി സർക്കാരിന്റെ ദുർഭരണം അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണം. നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ 2 ഡിവിഷൻ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഇപ്പം മധൂർ വർഷങ്ങളായി BJPയുടെ കയ്യിലാണ്. 3 പഞ്ചായത്ത്, പല സ്ഥലങ്ങളിലും പ്രതിപക്ഷമാണ്. ഇത്തവണ എന്തായിരിക്കും BJPയുടെ പ്ലാൻ? എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും? കാസർഗോഡ് ജില്ലയിലെ 38 പഞ്ചായത്തും 3 മുനിസിപ്പാലിറ്റിയാണ്. നമ്മൾ ഈ 38 പഞ്ചായത്തും അതേപോലെ കാസർഗോഡ് 3 മുനിസിപ്പാലിറ്റിയും നമുക്ക് ഭരിക്കണം എന്ന ആഗ്രഹത്തെ കൊണ്ടാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ പഞ്ചായത്തിലും ഈ പ്രാവശ്യം BJP ഭരിക്കണം എന്ന് ആ ഒറ്റ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ ചന്ദ്രഗിരി അപ്പുറത്തെ സ്ഥലത്ത് നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കുന്നില്ല. സ്ഥാനാർത്ഥികൾ നിൽക്കാൻ തയ്യാറായെങ്കിൽ അന്ന് രാത്രി തന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾക്കാരോ പോയിട്ട് ഭീഷണി വരുത്തിട്ട് നിർത്താത്ത പോലെ ചെയ്യും. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, ഈ LDFിനെ UDF നിങ്ങൾ നമ്മളെ കൂടെ ഫൈറ്റ് ചെയ്യണം, അല്ലാണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സ്ഥാനാർത്ഥികളെ നിർത്താത്ത പോലെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നേരിട്ടായിട്ട് ഫൈറ്റ് കൊടുക്കണം എന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയാണ് മഞ്ചേശ്വരത്തിന്റെ ഒരു നിലവിലൊരു അവസ്ഥ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? നമ്മുടെ മഞ്ചേശ്വരം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അത് നമുക്ക് ഈ കർണാടക ബേസ് ആയിട്ട് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഒരു വർക്കിൻ്റെ കീഴിൽ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് മാംഗ്ലൂരാണ്. അപ്പോൾ എല്ലാവരും രാവിലെ പോയിട്ട് ഈവനിങ് വരുന്നതും പിന്നെ അറിയാലോ ആ ഈവനിങ്ങിന് ശേഷം നൈറ്റ് ശേഷം വർക്ക് എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ലെവലിലല്ല നമുക്ക് മഞ്ചേശ്വരത്തിൽ നമുക്ക് വർക്കുകൾ പോകുന്നത്. എന്നാലും നമ്മൾ നന്നായിട്ട് അവിടെ വർക്ക് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഈ പ്രാവശ്യം നമുക്ക് നന്നായിട്ടുള്ള വോട്ട് വർധനകൾ ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ എല്ലാ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ, പ്രൊഫഷണലുകൾ അങ്ങനെയൊക്കെയാണ് അവർ ഇത് സ്ഥാനാർത്ഥികളിൽ. അത് BJP എങ്ങനെയാണ്? ഈ LDF പിന്നെ UDF നമുക്കറിയാം എപ്പോഴും നമുക്ക് ഓൾഡ് ഏജ് ആയിട്ടുള്ള സീനിയേഴ്സ്മാരമാണ് അവർ നിർത്തുന്നത്. പക്ഷെ BJP അങ്ങനല്ല, വ്യത്യസ്തമായിട്ടുള്ള പാർട്ടിയാണ്. എപ്പോഴും പുതിയ മുഖങ്ങൾ വരണം. യൂത്തിന്റെ പിന്തുണ BJPക്ക് അതെ, യൂത്തിന്റെ പിന്തുണമാണ് നമുക്ക് BJPയിലേക്ക്. അപ്പോൾ യൂത്ത് കൊണ്ടുവരണം നമുക്ക്. അപ്പോൾ യൂത്ത്ക്കാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുത്തിട്ടുള്ളത്. പിന്നെ ഒന്നും അവർ ചെയ്യുന്നത് BJP ജയിക്കുന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞെങ്കിൽ ഈ 2 പാർട്ടികൾ ഉണ്ടാവുന്നില്ല, ഒറ്റ ഒരു പാർട്ടിയായിട്ട് മാറും. അപ്പൊ വോട്ട് മറിക്കും. അപ്പോൾ BJP കാസർഗോഡ് ജില്ലാ അധ്യക്ഷന്റെ നിലയിൽ നേരെ ഫൈറ്റ് കൊടുക്കണം എന്ന് ഞാൻ ചാലഞ്ച് ഇടുന്നുണ്ട്. നേരെ ഫൈറ്റ് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ നേരെ ഫൈറ്റ് കൊടുത്തിട്ടായിട്ട് ഈ ചാലഞ്ച് ഫേസ് ചെയ്യണം എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വരാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അശ്വിനിയാണ് മഞ്ചേശ്വരം മത്സരിക്കുന്നതൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് സ്ഥിരീകരിക്കേണ്ടതാണ്, അത് ഔദ്യോഗികമായിട്ടില്ല. എങ്ങനെ കാണുന്നു? മഞ്ചേശ്വരവും കാസർഗോഡും 2ാം സ്ഥാനത്താണ്. ഇഞ്ചോട് ഇഞ്ച് കപ്പിനും ചുണ്ടിനിടയിലാണ് മഞ്ചേശ്വരം കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടത്. എങ്ങനെ കാണുന്നു ആ ഒരു?
മഞ്ചേശ്വര കോൺസ്റ്റിറ്റ്യൻസി ആവട്ടെ, അതേപോലെ നമുക്ക് കാസർഗോഡ് കോൺസ്റ്റിറ്റ്യൻസി ആവട്ടെ, നമുക്ക് ആക്ച്വലി ജയിക്കുന്ന പറ്റുന്ന ഒരേ കോൺസ്റ്റിറ്റ്യൻസികളാണ്. നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജയിക്കുന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞെങ്കിൽ അപ്പം തന്നെ ഈ LDF പിന്നെ UDF ഒന്നാവും നമ്മളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ചില പാർട്ടിക്കാരുണ്ട്, അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ ആയിട്ട്, BJPക്ക് എന്തെങ്കിലും ഞങ്ങൾ ജയിക്കാൻ വിടുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ഒറ്റ ഒരു കാര്യം പറയുന്നത്, BJPനെ ജയിക്കാൻ വിടാനില്ല, നിങ്ങൾ ഒറ്റക്കെട്ടാ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഏകകക്ഷിയായിട്ട് നിൽക്കണം. നമ്മൾ ഒരു ഭാഗത്ത് ഏകകക്ഷിയായിട്ട് നിൽക്കും അന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാൻ ഞാൻ ഇപ്പോൾ ഈ ഓപ്പൺ ചാലഞ്ച് ഇടുന്നുണ്ട്. അതേപോലെ സ്ഥാനാർത്ഥികളുടെ വിഷയത്തിൽ അത് നമ്മളെ സ്റ്റേറ്റ് തീരുമാനിക്കും 6 സ്ഥാനാർത്ഥിന്. പക്ഷെ ഇനി 6 സ്ഥാനാർത്ഥിയായിട്ട് വന്നെങ്കിലും പോലും ഇവിടെ BJPയുടെ ജില്ലാധ്യക്ഷ നിലയിൽ ഞാൻ മുമ്പ് നിന്നുകൊണ്ട് ഈ ഇലക്ഷൻസ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം മഞ്ചേശ്വരം, അതേപോലെ കാസർഗോഡ്, അതേപോലെ പറ്റുന്നുണ്ടെങ്കിൽ ഉദുമത്തിലും നമുക്ക് നമ്മളെ MLA ഉണ്ടാക്കാൻ പറ്റും. BJP ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു. നേർക്ക് നേരുള്ള മത്സരം നടത്താൻ അവർ വെല്ലുവിളിച്ചിരിക്കുന്നു. അതിന് തയ്യാറാണോ LDFും UDFും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതോടൊപ്പം ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നതിനുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് BJP ഉള്ളത്. കെ വി ബൈജു, ന്യൂസ് 18 കാസർഗോഡ്.